ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ആതിരപ്പള്ളി പോയാലോ? ഇത് കുറേ നാൾ മുമ്പെടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ആതിരപ്പള്ളി പോകണമെന്ന് കുറേ നാളായി കേട്ടോ വിചാരിച്ചിരിക്കുന്നത്, പക്ഷേ പറ്റിയത് ഇപ്പോഴാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ചെന്നു, ടിക്കറ്റൊക്കെ എടുത്തു, വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അപ്പോൾ അത് ഇവിടെ നിന്നപ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഇരമ്പൽ കേൾക്കാം കേട്ടോ. ആ കാടിന് നടുക്കത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്, നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പതിയെ പതിയെ എല്ലാം എടുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി. ആദ്യം ഈ സ്ഥലത്തേക്കാണ് ചെന്നത്. ഈ ഇറക്കമൊക്കെ ഇങ്ങനെ ഇറങ്ങി ചെന്ന് നിന്ന് നമ്മൾ നോക്കിയപ്പം ഇവിടെ തൽക്കാലം കുറേ പേരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ താഴത്തേക്ക് നോക്കിയപ്പോൾ അവിടെ വലിയ വെള്ളച്ചാട്ടമുണ്ട്. അതാണല്ലോ ഈ സിനിമയിലൊക്കെ കാണിക്കുന്നത്. അവിടം വരെ ചെന്നിട്ട് അവിടെ കയറി വന്ന് വെള്ളത്തിൽ കളിക്കാമെന്നാണ് ഓർത്തത്. അങ്ങനെ നമ്മൾ ഒരു വലിയ കയറ്റം ഇറങ്ങി പോയാണ് താഴത്തുള്ള ചാട്ടത്തിൻ്റെ അവിടെ എത്തുന്നത്. അങ്ങനെ നമ്മൾ ആ വലിയ കയറ്റം ഇറങ്ങി കേട്ടോ. അവിടെ കുരങ്ങന്മാരെയൊക്കെ കണ്ടേ. താഴെ വന്നപ്പോൾ അടിപൊളി വെള്ളച്ചാട്ടം ഫ്രണ്ട്സ്, വെള്ളമൊക്കെ തെറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കുറേ നടന്ന് മുകളിലേക്ക് കയറി. പിന്നെ എനിക്ക് വെള്ളം കണ്ടാൽ പ്രാന്താണ് ഫ്രണ്ട്സ്. പിന്നെ കുറേ നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചു. വെള്ളത്തിൽ നിന്നൊക്കെ കയറി ഞങ്ങൾ ഇരുന്ന സ്ഥലത്തിൻ്റെ കുറച്ചങ്ങ് മാറി ഒരു സ്ഥലത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പാമ്പ് ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറിപ്പോന്നു കേട്ടോ. പിന്നെ പതിയെ നമ്മൾ വീട്ടിലേക്ക് അങ്ങ് പോന്നു. കുറേ നേരം ട്രാവൽ ചെയ്യണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് നിർത്താമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ഫ്രണ്ട്സ്, ആതിരപ്പള്ളി വാഴച്ചാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒടിയൻ സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഇത്, കാണാക്കൺമണി സിനിമയിലൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഫോറസ്റ്റ് ഏരിയയിൽ പുലിയൊക്കെ ഇറങ്ങണതാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളിങ്ങനെ പോകുന്നപ്പോൾ ഇങ്ങനെ ഒരു ലേസും പിന്നെ ബണ്ണും ഒക്കെ കഴിച്ചു. പിന്നെ രാത്രിയിൽ ഫുഡ് കഴിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. ബൈ.